ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്ത് ഷെയർ ചെയ്തോ. ധനഞ്ജയ് ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്ത് ഫാഹിം സഫറും നൂറിൻ ഷെരീഫും ആദ്യമായി എഴുതി ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് വരാനിരിക്കുന്ന ഒരു ഇന്ത്യൻ മലയാളം ആക്ഷൻ കോമഡി ത്രില്ലർ ചിത്രമാണ് ഭ ഭയം ഭക്തി ബഹുമാനം. ദിലീപ് ജനപ്രിയ നായകൻ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ചിത്രത്തിൽ മോഹൻലാൽ സാക്ഷാൽ ലാലേട്ടൻ ഒരു നീണ്ട അതിഥി വേഷത്തിലും കൂടെ എത്തുന്നുള്ളത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത മാറ്റി കൂട്ടുന്നുണ്ട്. സിനിമയിൽ ഇവർ കൂടാതെ അശോകൻ, സാൻഡി മാസ്റ്റർ, ബാലു വർഗീസ്, ഭരതൻ എന്നിവരും അഭിനയിക്കുന്നുണ്ട്. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ഷാൻ റഹ്മാൻ, വിനീത് ശ്രീനിവാസനൊക്കെ ഫ്രണ്ട്സാണ്, നല്ല കട്ടയ്ക്കുള്ള. ആൻഡ് തിരയല്ല ഇപ്പം റീസെൻ്റ് ആയിട്ടൊരു സിനിമ, അത് കരത്തിലെ മ്യൂസിക്കിനൊക്കെ ഷാൻ റഹ്മാന് കിട്ടിയ ഒരു ട്രോളുകളൊക്കെ നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും. അതിവിടെ. ആൻഡ് ഈ സിനിമയുടെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് രഞ്ജൻ എബ്രഹാമാണ്. ഈ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ആർമോയാണ്. അപ്പോൾ ഇതിൻ്റെ എഴുത്ത് എഴുതിയിരിക്കുന്നത് ഫാഹിം സഫറും നൂറുൻ ഷെരീഫ്. നിങ്ങൾക്ക് അറിയാം, അവരിപ്പോൾ മാരീഡാണ്. അവർ അഡാർ ലവ് സിനിമയിലുണ്ട് ഇവർ. നിങ്ങൾക്ക് നൂറിൻ ഷെരീഫിനെ നിങ്ങൾ അറിയാം, ആ കേളി ഹെയർ ഉള്ള. ആൻഡ് ഫാഹിം സഫർ ആ ഒരു മൂവിയിൽ ഒരു ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിലീപ് ഏട്ടൻ്റെ ഇന്നത്തെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞാണ്. 9 വർഷത്തിന് ശേഷം ആ ഒരു കേസിൽ നിന്ന് മോചിതനാവുകയാണ്. കോടതി കുറ്റവിമുക്തനാക്കുകയാണ്. തെളിവുകളുടെ അഭാവം കാരണം കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്തതിനാൽ, കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആൾക്കെതിരെയുള്ള തെളിവുകൾ ഇല്ലാത്തതിനാൽ കോടതി വിട്ടയക്കുകയാണ്. ഇതിനെതിരെ പല വിമർശനങ്ങൾ, വിയോജിപ്പുകൾ, വിരോധങ്ങൾ, ആഭാസങ്ങൾ, പറച്ചിൽ, ദേഷ്യങ്ങൾ, ഹേറ്റ് ക്യാമ്പയിൻ, കുറ്റം പറച്ചിൽ എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോഴും കോടതി ചെയ്തത് തെറ്റാണ്, കോടതി എന്തിനങ്ങനെ മറുപടി കൊടുത്തു, അല്ലെ അങ്ങനെ എന്തിനാണ് കോടതി വിധി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭ സിനിമയുടെ ഹൈപ്പ് ഇനിയാണ് കയറ്റി പൊങ്ങിപ്പോവാൻ പോകുന്നത്. അമ്മാതിരി ഒരു ഹൈപ്പായിരിക്കും ബബ്ബക്ക് ഇനി വരാൻ പോകുന്നത്. ഭ കാരണം ഇപ്പോൾ ഈ ഒരു ഇതിനു മുമ്പ് ദിലീപേട്ടൻ ഈ മാധ്യമപ്രവർത്തകരുടെ മുന്നിലൊക്കെ നിൽക്കും. അവർ പറയുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ മടിക്കുകയും അല്ലെങ്കിൽ മാറി നിൽക്കുന്നൊരവസ്ഥ. പക്ഷെ ഇന്ന് നിങ്ങൾ രാവിലെ ആ വീഡിയോസിലൊക്കെ കണ്ടറിയാം, പുള്ളിക്ക് ആ ഒരു എനർജി വന്നു, ആ ഒരു കോൺഫിഡൻസ് വന്നു. പുള്ളി ധൈര്യമായിട്ട് മറുപടി പറയുന്നു. ഇനിയാണ് മറുപടി, ഇനിയാണ് തിരിച്ചടിക്കാനുള്ള സമയം എന്നുള്ള രീതിക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ദിലീപേട്ടൻ്റെ കാണുന്നത്. പിന്നെ ദിലീപേട്ടൻ്റെ ഒരുപാട് ആരാധകർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അവിടെ നിന്ന് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഭയങ്കര സെലിബ്രേഷനൊക്കെ ആയിരുന്നു. കാരണം ഇത്രയും നാളത്തെ ആ ഒരു കരിയറിലെ ആ ഒരു ബ്രേക്ക് ത്രൂ സമയങ്ങളിൽ ആ ഒരു മുരടിപ്പ് വന്ന സമയമാണ്. സിനിമ, പേഴ്സണൽ ലൈഫ് എല്ലാത്തിലും ചേർന്നൊരു മുരടിപ്പ്. ആൻഡ് ജയിലിൽ കടന്നു, ഒരുപാട് അവശനില, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ സംഭവിച്ച ഒരു വികാസങ്ങൾ നടന്നിട്ടുണ്ട് ഈ 9 വർഷ കാലയളവിൽ. അങ്ങനെ അവസാനം ആ കുറ്റത്തിൽ നിന്ന് വിമുക്തനായി കോടതി വെറുതെ വിടുക. ഇനി ആ പാർട്ടൊന്നുമില്ല. ബട്ട് ഇനിയാണ് ബബ്ബയുടെ യഥാർത്ഥ ഹൈപ്പ് കയറാൻ പോകുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് ദിലീപേട്ടൻ ഒരു നല്ലൊരു കോൺഫിഡൻസ് നിൽക്കുമ്പോൾ ഇനി ഇപ്പം ഡിസംബർ 18, 2025 ഡിസംബർ 18 ചിത്രം ക്രിസ്മസ് റിലീസിനായിട്ട് എത്തുന്നത്. ഇതിന് 2023 ഒക്ടോബർ 27 സമയങ്ങളിലാണ് ഈ സിനിമ പ്രൊഡക്ഷൻ ടീം അനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന്. ആൻഡ് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ ഒരു നീണ്ട ഒരു അവസാനത്തിൽ ഡിസംബർ 18 റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ടീസർ ആൻഡ് ഫോട്ടോസ് ആൻഡ് ചെറിയ ഗ്ലിംസ് ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 10 ദിവസമേ ഉള്ളൂ സിനിമയ്ക്ക്. ഇതിന് മുന്നോടിയായിട്ട് തീർച്ചയായിട്ടും ഒരു പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് അല്ലെങ്കിൽ ഒരു ട്രെയിലർ മസ്റ്റായിട്ട് അവർ റിലീസ് ചെയ്യും. അതിന് കിട്ടുന്ന ആ ഒരു ലെവൽ ഹൈപ്പ് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ആ ഒരു അക്സെപ്റ്റൻസ് അൺഇമാജിനബിൾ ആയിരിക്കും. കാരണം ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനിൽ ദിലീപേട്ടൻ ഇങ്ങനെ ചെയ്യുന്നു, ഈ ഒരു കഥാപാത്രത്തിൽ നിന്ന്, അതായത് ഈ ഒരു കേസിൽ നിന്ന് മാറിപ്പോകുന്നു, കേസിൽ നിന്ന് വെളിയിൽ വരുന്നു, കുറ്റവിമുക്തനാകുന്നു, മോചിതനാകുന്നു. അപ്പോൾ ഇനിയുള്ള സമയം പഴയ പ്രൈമിലേക്ക് വരാനുള്ള ടൈമാണ്. തീർച്ചയായിട്ടും വരികയും ചെയ്യും. കാരണം ഈ ഒരു സമയം
ഇതുപോലെ ഇങ്ങനെ പോവുക, ഒരു പെട്ടെന്നൊരു ഗ്ലിംസിനെ ഇറക്കി വിടും. അതായത് ഈ സിറ്റുവേഷന് സാഹചര്യത്തിനെ മുതലാക്കിക്കൊണ്ടുള്ള ഏതെങ്കിലും സംസാരങ്ങളോ ഡയലോഗുകളോ ചെറുതെല്ലാം സിനിമയിൽ കാണുമല്ലോ. അതുമായിട്ടൊരു മാസമായിട്ട് എന്നെ പറ്റിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയലോഗിലുള്ള ഒരു നല്ലൊരു ഗ്ലിംസ് ഒക്കെ റിലീസ് ചെയ്താൽ പെട്ടക്കണ ഹൈപ്പായിരിക്കും ബബ്ബയ്ക്ക് കിട്ടാൻ പോകുന്നത്. കാരണം ഇപ്പം ആ ഒരു ലെവല് നിൽക്കുകയാണ്. അങ്ങനെ കേസ് എന്നൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വലിയ എൻജോയ് ചെയ്ത് ഇപ്പോൾ ഒരു സമാധാനമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പം ആ സാധനം ഇറക്കി വിട്ട കിണ്ണം കാച്ചി കിടുക്കാച്ചിയായിരിക്കും. ഇതിൽ കൂടാതെ ലാലേട്ടന് ഉണ്ട്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു സൗണ്ട് വോയിസ് മാത്രമേ അവർ നേരത്തെ ഒരു ഗ്ലിംസിലൊക്കെ റിലീസ് ചെയ്തിട്ടുള്ളൂ. ലാലേട്ടൻ്റെ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ലാലേട്ടനെ കാണിക്കുന്നതായിട്ട് ഗ്ലിംസിലോ ട്രെയിലറിലോ വരുമ്പോൾ അതിൻ്റെ ഹൈപ്പ് ഇരട്ടിയാവുകയാണ്. പിന്നെ പടം കയറി കൊളുത്തും, അതിൽ സംശയമൊന്നും വേണ്ട. കാരണം ഈ ഒരു സമയം ഇതിപ്പോൾ ജയിൽ മോചിതനുമായി കുറ്റവിമുക്തനായി ഫ്രീ ആയിട്ട് നിൽക്കുന്നു. ഇനി ഈ സിനിമ ആ ഒരു ഹൈപ്പ് കിടിലനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ആ പ്രൊമോഷൻ ചെയ്യുന്ന, അതായത് മാർക്കറ്റിംഗ് ടീം നല്ല രീതിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ബബ്ബയുടെ ഹൈപ്പ് ഈ സമയങ്ങളിൽ ഈ 10 ദിവസം കൊണ്ട് തന്നെ അൺഇമാജിനബിൾ ക്രൈസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. കാരണം പെട്ടെന്നൊരു നല്ലൊരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലിംസ്, അല്ലെങ്കിൽ ഇതുകൂടെ ഈ കേസുമായിട്ട് അല്ലെങ്കിൽ ഈ കേസ് വിധിയുമായിട്ട് ആലോചിച്ചുള്ള ഒരു സിറ്റുവേഷനിലായിട്ടൊരു സാധനങ്ങളായിട്ട് ചെറിയൊരു 30 സെക്കൻഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടാൽ പിന്നെ അതായിരിക്കും സ്റ്റോറി, സ്റ്റാറ്റസ്, റീലും കാര്യങ്ങളൊക്കെ വൈറലാവും. അതിൽ സംശയങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ലാലേട്ടനും ഉണ്ട്. ഇവർ തമ്മിൽ രണ്ടുപേരും നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോയും കൂടെ അല്ലെങ്കിൽ ഒരു ഗ്ലിംസിൽ വരുന്നതോടെയോ അങ്ങനെ എന്തെങ്കിലും റിലീസ് ചെയ്താൽ പിന്നെ പടത്തിന് ഭയങ്കര ഹൈപ്പായിരിക്കും. കാരണം ഇപ്പം തന്നെ ഹൈപ്പ് കയറിയിട്ടുണ്ട്. കാരണം ആ ഒരു കേസ് മാറിയപ്പോൾ തന്നെ ദിലീപേട്ടൻ്റെ ഒരു വലിയൊരു ചുമതല അല്ലെങ്കിൽ ഒരു വലിയൊരു മല ചുമന്നത് മാറിയിട്ടുണ്ട്. ഇനി ആ പ്രൈമിൽ വരാനുള്ള സമയമാണ്. ഇനി ആ തിരിച്ചുവരവിൻ്റെ സമയമാണ്. ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാം, ഇനി ഒരുപാട് ഡയറക്ടേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ആക്കാം, ഇനി ഒരുപാട് പടങ്ങൾ ചെയ്യാം. ഇനി ആ പഴയ പ്രൈം ദിലീപേട്ടൻ തിരിച്ചു വരും എന്തായാലും. കാരണം ഇനി തിരിച്ചു വരേണ്ട സമയമാണ്. കാരണം ഇനിയിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളും ബാധ്യതകളൊക്കെ മാറ്റിപ്പോയി. ഇനി വരിക, പടം ചെയ്യുക, ഹിറ്റടിപ്പിക്കുക. ഇപ്പോൾ ഈ ബബ്ബ വരുന്നു, ബബ്ബയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഇനി വരുന്ന ഹൈപ്പ് കിട്ടില്ല, ഹൈപ്പായിരിക്കും. അതെങ്ങനെ ഈ ടീം ഓർഗനൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊമോഷൻ സ്ട്രാറ്റജിയിലൂടെ കാണിക്കുന്നു എന്നുള്ളതാണ് ഇനി കണ്ടിരിക്കാനുള്ളത്. കാരണം ചെറിയൊരു ആ ഒരു സാധനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഗ്ലിംസോ കാര്യങ്ങളോ ഷോർട്ട് വീഡിയോയിൽ ഇട്ടാൽ മതി, പടത്തിൻ്റെ ഹൈപ്പ് കത്തിക്കേറും. കാരണം അത്രയ്ക്കുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആ സൈഡ് ഇരിക്കുന്നത്. അത് തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ ടീമിനും സിനിമ ക്രൂവിനും ഒരുപാട് നല്ല രീതിക്ക് തന്നെ അത് ബാധിക്കും. കാരണം ഇപ്പോൾ ഒരു സിറ്റുവേഷൻ മാറിയായി. അങ്ങനെ ഇനിയിപ്പം ഫുൾ ഫ്രീ ആയി. ഇനിയിപ്പോൾ എന്ത് വേണോ ചെയ്യാം, അതായത് സിനിമയിൽ. അപ്പോൾ ആ പഴയ ഒരു റിട്ടേൺസ്, ആ ഒരു പഴയ ഒരു സിംഹാസനം, ആ പഴയ ഒരു രാജപ്രൗഢി ഇനി ദിലീപേട്ടന് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഇനി സിനിമകൾ ഒരുപാട് എടുക്കാം, സിനിമയുമായിട്ട് ഒരുപാട് ബന്ധപ്പെടാം, സിനിമാക്കാരുമായിട്ട് ഒരുപാട് കോണ്ടാക്ട് ചെയ്യാം എന്നുള്ള എല്ലാം ഇതിൽ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞത് അതാണ്, ബബ്ബയ്ക്ക് ഇനി വരാൻ പോകുന്ന ഹൈപ്പ് കിട്ടില്ല, അൺഇമാജിനബിൾ ഹൈപ്പായിരിക്കും. കാരണം അതിൻ്റെ കൂടെ ലാലേട്ടനെയും കൂടെ അഴിച്ചു വിടുമ്പോൾ ആ പടത്തിന് കിട്ടുന്ന ഒരു ഹൈപ്പ്, ആ പടത്തിന് കിട്ടുന്ന ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. ഇതിൽ ബബ്ബയിലും ദിലീപേട്ടൻ്റെ കിടിലൻ പെർഫോമൻസ് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കുറേ നാളിന് ശേഷം ഒരു തിരിച്ചുവരവാണ്. ആൻഡ് ഇപ്പോൾ എല്ലാവരും എനർജറ്റിക് സൈഡ്, അവർക്ക് എല്ലാവരും ഫേവർ സൈഡായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് തന്നെ നടക്കുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇതിൻ്റെ ഇടയിൽ ഡബിൾ കത്തിക്കലായിട്ട് ലാലേട്ടനോട് ഒരു നീണ്ട അതിഥി വേഷത്തിലാണ് ലാലേട്ടൻ വരുന്നത്. ഇപ്പം ഈ സമയം ലാലേട്ടൻ്റെ ഒരു ചെറിയ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലിംസ്, അതായത് ആളെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടയിൽ ഉൾപ്പെടുത്താൻ വെറും 3 സെക്കൻഡിലുള്ള ഒരു ഷോർട്ട് വീഡിയോ ഗ്ലിംസിൽ 30 സെക്കൻഡുള്ള ഗ്ലിംസിൽ ഒരു 3 സെക്കൻഡായിട്ട് ലാലേട്ടൻ അവിടെ നടത്തിപ്പിച്ചാൽ മതി. പടത്തിൻ്റെ ഹൈപ്പ് പിന്നെ ഡബിളാണ്. അതിൻ്റെ കൂടെ ദിലീപേട്ടനും കൂടെ ആകുമ്പോൾ പിന്നെ തെറിക്കും പടം. ഡിസംബർ 18, 2025 ക്രിസ്മസ് റിലീസായിട്ടാണ് ഗോകുലം ഗോപാലൻ്റെ പ്രൊഡക്ഷനിൽ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഫാഹിം സഫർ, നൂറുൻ ഷെരീഫും എഴുതി ദിലീപേട്ടൻ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച് ലാലേട്ടൻ നീണ്ട അതിഥി വേഷത്തിലെത്തുന്ന ബബ്ബ ഭയം ഭക്തി ബഹുമാനം റിലീസ് ചെയ്യുന്നത്. സോ വളരെ വെയിറ്റിംഗ് ആണ് സിനിമയ്ക്ക്, എക്സൈറ്റഡ് ആണ് സിനിമയ്ക്ക്. ഒൺലി മാഡ്നസ് നോ ലോജിക് എന്നാണ് പ്രൊഡക്ഷൻ ടീമൊക്കെ പറയുന്നത്. നിങ്ങൾ കണ്ട്, അത് ലാലേട്ടനും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അങ്ങനെയാണ്. അതായത് പ്രത്യേകിച്ച് കഥയും കാര്യങ്ങളും ഇല്ലാത്ത അടിച്ചുപൊളി, നിങ്ങൾക്ക് ലോജിക്കൊന്നും നോക്കാതെ കണ്ട് രസിക്കാനുള്ള ഒരു എൻ്റർടൈനർ പടമായിരിക്കും ബബ്ബ. പിന്നെ തളപതി വിജയുടെ ഗില്ലി റെഫറൻസും കാര്യങ്ങളും അതുണ്ട്.
ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും എല്ലാം കൂട്ടി ചേർക്കുമ്പോൾ ഈ ഹൈപ്പും കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു കേസ്, വിധി നിർണയം, മോചനം, ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രോഫിറ്റായിട്ട് ഹിറ്റ് ചെയ്യാൻ പോകുന്നത് ബബ്ബബ്ബ സിനിമയ്ക്കായിരിക്കും. കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഈ കേസൊക്കെ കഴിഞ്ഞപ്പം അതും ബബ്ബബ്ബ റിലീസിന് സമയം കൂടെ ആകുമ്പം എല്ലാവരും ഇനി സിനിമ കാണാൻ വരും. ആൻഡ് സിനിമയ്ക്ക് ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു പോസിറ്റീവ് വന്നാൽ കൂടെ പടം ആളിക്കത്തും, അതിൽ സംശയമൊന്നും വേണ്ട. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ആ സിനിമയ്ക്ക് ഇപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. കാരണം ദിലീപ് ഏട്ടൻ്റെ ഒരു തിരിച്ചുവരവ്. ഇനിയിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു മോചനവും കൂടെ ഇപ്പോൾ നടന്നുകൊണ്ട് ഇനി സിനിമയ്ക്ക് ഭയങ്കര ബിസിനസ് ആയിരിക്കും, ഭയങ്കര പ്രൊമോഷനും കാര്യങ്ങളായിരിക്കും. ഇത് മാർക്കറ്റിംഗ് ടീം എങ്ങനെ സ്ട്രാറ്റജി ആയിട്ട് അത് പൊർട്രേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇനി കാണാനിരിക്കുന്നത്. സത്യം ഇനി ബബ്ബബ്ബ തെറിക്കും. ബബ്ബബ്ബയുടെ ഹൈപ്പ് വേറെ ലെവലായിരിക്കും. ഇത് ഞാൻ അതല്ലേ പറഞ്ഞു, ഒരു ചെറിയൊരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇറക്കി വിടുകയാണെങ്കിൽ ഹൈപ്പ് ലെവല് കൊണ്ടുപോയിരിക്കും. ഇനി സിനിമയിൽ ഷാൻ റഹ്മാൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ എല്ലാ കാര്യങ്ങളും ഒന്ന് ബെറ്ററായിട്ട് വരുവാണെങ്കിൽ പടം കയറി കൊളുത്തും. പിന്നെ December 2025 ദിലീപ് ഏട്ടനുള്ള ബബ്ബബ്ബൊക്കെ ആയിരിക്കും, തിരിച്ചു വരായിരിക്കും. പിന്നെ അതും കൂടെ വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഡബിൾ ട്രീറ്റ് ആണ്, മോചനം, സിനിമ വിജയം, പിന്നെ വേറെ ലെവലായിരിക്കും. മൊത്തത്തിൽ പടം കൊളുത്തുമെന്ന് സംശയങ്ങളൊന്നുമില്ല. കാരണം ഇടയിൽ ലാലേട്ടനെ ഇവർ കൊണ്ടുവരുന്നുണ്ട് സ്പെഷ്യൽ ക്യാമിയോ അപ്പിയറൻസ് ആയിട്ട്. ആൻഡ് മുഴുനീള റോളിലായിട്ട് ദിലീപ് ഏട്ടനും എത്തുന്നുണ്ട്. ഒരു നല്ലൊരു വാളയാർ പരമേശ്വരൻ സാധനം തന്നെ കിട്ടട്ടെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു മാസ സാധനം തന്നെ കിട്ടട്ടെ. പ്രത്യേകിച്ച് കഥയില്ലെങ്കിലും ദിലീപ് ഏട്ടനെ അടിച്ച് പൊളിക്കുന്ന ഒരു പടം തന്നെ വരട്ടെ. കാരണം എങ്കിലും തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വൈബായിട്ട്, ഒരു ഫുള്ളായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ വരട്ടെ. കാരണം ഇനി അതുപോലുള്ള എത്രയും വലിയൊരു മലയാളത്തിലെ ഒരു ഏറ്റവും വലിയ വൺ ഓഫ് ദി എൻ്റർടൈനറാണ് ദിലീപ് ഏട്ടൻ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പോയി പടങ്ങളും ഇല്ല, പടങ്ങൾ വരുന്നതും നന്നായിട്ട് വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ള സിറ്റുവേഷനൊക്കെ വന്നു. പക്ഷേ ഇത് അങ്ങനെ ആയിരിക്കില്ല, ഇത് കത്തും, ഇത് കയറിക്കൊളുത്തും. കാരണം ഇത് അങ്ങനെയാണ് സ്ട്രാറ്റജി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഒരു ടീസറോ ഗ്ലിംസോ ഒക്കെ വരും, വേറെ ലെവലായിരിക്കും. മിക്കവാറും അത് പെട്ടെന്ന് ഇറക്കി വിട്, ടീം പ്രൊഡക്ഷൻ ഗോകുലണ്ണ പെട്ടെന്ന് ഇറക്കി വിട്. അപ്പം ബബ്ബബ്ബ കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്, വരട്ടെ. ദിലീപ് ഏട്ടൻ്റെ കത്തിക്കലുണ്ട്, ലാലേട്ടൻ്റെ കത്തിക്കലുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടുപേരും ചേർന്നൊരു കത്തിക്കൽ സിനിമയിൽ വരണം.